അധിക പ്രസംഗത്തിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. മലപ്പുറത്ത് UDF അഥവാ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥിക്ക് വോട്ട് ചെയ്തതായ മലപ്പുറത്തെ വോട്ടർമാരെ അഭിനന്ദിക്കുകയാണ് ഈ പ്രസംഗത്തിന്റെ ലക്ഷ്യം. അന്ന് ഈ പ്രസംഗ പരമ്പരയിൽ പലപ്പോഴായി പറഞ്ഞതുപോലെ മുസ്ലിങ്ങളും മതേതര ചിന്താഗതിക്കാരുമായ ഭൂരിപക്ഷ സമുദായത്തിലെ സഹോദരന്മാരും ഒത്തുനിന്ന് പ്രവർത്തിക്കുകയാണെങ്കിൽ ഇവിടുത്തെ സംഘപരിവാറിന്റെയും അതുപോലെയുള്ള ശക്തികളുടെയും അധിനിവേശ ചിന്തയെയും അവരുടെ ആ പരാക്രമത്തെയും നേരിടുക എന്നത് വളരെ എളുപ്പമുള്ള ഒരു കാര്യമാണ് എന്ന വസ്തുതയാണ്. അതനുസരിച്ച് പ്രവർത്തിച്ചതായ വോട്ടർമാരെ അഭിനന്ദിക്കാതിരിക്കാൻ നിർവാഹമില്ല. മുസ്ലിം സംഘടനകൾ, ഒന്നിലധികം സംഘടനകൾ സ്വന്തമായി സ്ഥാനാർത്ഥിയെ നിർത്തി കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലെല്ലാം മത്സരിച്ചതായ പാർട്ടികൾ അവരുടെ സ്ഥാനാർത്ഥികളെ വേണ്ടെന്ന് വെച്ചു. പ്രത്യേകിച്ച് ജമാഅത്തെ ഇസ്ലാമിയുടെ വെൽഫെയർ പാർട്ടി, പോപ്പുലർ ഫ്രണ്ടിന്റെ SDPI ഇവർ രണ്ടുപേരും രണ്ട് പാർട്ടികളും സ്ഥാനാർത്ഥികൾ നിർത്തിയുണ്ടായില്ല. SDPI ഏതാണ്ട് 50,000-ഓളം വോട്ടുകൾ, അതോടൊപ്പം തന്നെ SDPI ഏതാണ്ട് 50,000-ഓളം വോട്ടുകൾ, വെൽഫെയർ പാർട്ടി ഏതാണ്ട് 30,000-ഓളം വോട്ടുകൾ. തീർച്ചയായും അവർക്ക് ഒരു മത്സരം കാഴ്ചവെക്കാനുള്ളതായ എല്ലാ സാധ്യതകളും ഉണ്ടായിരുന്നു. പക്ഷേ ഈ ഘട്ടത്തിൽ സ്വന്തമായ അത്തരത്തിലുള്ള എല്ലാ ഈഗോകളും വേണ്ടെന്ന് വെച്ചുകൊണ്ട് ഒരു പൊതു സ്ഥാനാർത്ഥിയെ ജനാധിപത്യത്തിന്റെ പേരിൽ UDF സ്ഥാനാർത്ഥിയെ കൊണ്ട് നിർത്തി മത്സരിപ്പിക്കുക എന്ന അവ സ്വയം മുമ്പോട്ട് വന്നു എന്നത് തീർച്ചയായും അഭിനന്ദനീയമായ ഒരു കാര്യമാണ്. അതിന്റെ പേരിൽ അവർക്ക് എന്തെങ്കിലും തരത്തിലുള്ള ക്ഷീണമുണ്ടായി എന്ന് നമുക്ക് കരുതേണ്ടതില്ല. നമ്മൾ പലപ്പോഴും പറയാറുള്ളത് പോലെ മുസ്ലിങ്ങളാദി സമുദായങ്ങൾ വേറിട്ട് സ്വന്തമായി രാഷ്ട്രീയ പാർട്ടികൾ ഉണ്ടാക്കുകയും ആ രാഷ്ട്രീയ പാർട്ടികളുടെ ബാനറിൽ പ്രവർത്തിക്കുകയും ചെയ്യുമ്പോൾ വോട്ടുകൾ ശിഥിലമാവുക എന്നത് ഒരു വസ്തുതയാണ്. അതോടൊപ്പം അവർ സംഘടിക്കാൻ പാടില്ല എന്ന് നമ്മൾ പറയുന്നില്ല. കാരണം വെസ്റ്റ് ബംഗാളിലെ മുസ്ലിങ്ങളുടെ ദുരനുഭവം നമ്മുടെ മുമ്പിലുണ്ട്. അവർ സ്വന്തമായി സംഘടനകളോ അല്ലെങ്കിൽ സാംസ്കാരിക വേദികളോ ഉണ്ടാക്കാത്തതിന്റെ ഫലമായി CPM എന്ന് പറയുന്ന മതേതര രാഷ്ട്രീയ പ്രസ്ഥാനത്തിൽ അണിനിരന്നതിന്റെ പ്രത്യാഘാതമായിക്കൊണ്ട് ഇസ്ലാമിൽ നിന്ന് തീർത്തും അകന്നു പോവുകയും ഇസ്ലാമിന്റെ പേരുകൾ, അവരുടെ പേരുകൾ നമ്മൾ പരിശോധിച്ചാൽ അറിയാം, ഖുവത്തുൽ ഇസ്ലാം, അമീറുൽ ഇസ്ലാം, അല്ലെങ്കിൽ അതുപോലെയുള്ളതായ മഹത്തായ നാമങ്ങളാണ്. അവരുടെ പേരിൽ നിന്ന് അവർക്ക് ഇസ്ലാമിനെ മറച്ചു വെക്കാൻ കഴിയാത്ത വിധം ആ പേരുകൾ പ്രകടമാണ്. അത്തരം പേരുകൾ നമ്മൾ അറിയുന്നത് തന്നെ പല ബലാത്സംഗ കേസുകളിലോ അല്ലെങ്കിൽ തസ്കര വൃത്തിയിൽ ഏർപ്പെട്ടതിന്റെ പേരിലോ കൊള്ളയടിയുടെ ഒക്കെ പേരിലാണ്. അപ്പൊ അതിന് പകരമായിക്കൊണ്ട് മുസ്ലിങ്ങൾ ചില വേദികൾ ഉണ്ടാക്കിക്കൊണ്ട് അല്ലെങ്കിൽ SDPI എന്നുകൊണ്ടോ പോപ്പുലർ ഫ്രണ്ട് എന്നോ ജമാഅത്തെ ഇസ്ലാമി എന്നോ ഒക്കെ പേരിലുള്ള സംഘടനകൾ ഉണ്ടാക്കി ഇസ്ലാമികമായ ആ സ്വത്വം നിലനിർത്തുവാനും അവിടെ മതബോധം സജീവമാക്കി നിർത്തുവാനും സക്രിയമായി പ്രവർത്തിക്കുന്നതോടൊപ്പം തന്നെ രാഷ്ട്രീയമായ എല്ലാവിധ പോരായ്മകളോടും ഒപ്പം നിലവിലുള്ള ഏറ്റവും ശക്തമായ പ്രസ്ഥാനത്തെ പിന്താങ്ങുകയും ചെയ്യുക എന്ന നിലപാടാണ് മലപ്പുറത്ത് അവർ സ്വീകരിച്ചിരിക്കുന്നത്. അതിന് അതിൻ്റെതായ ഒരു ഫലമുണ്ടായിരിക്കുന്നു. ഈ ഒരു രീതിയിൽ ഇപ്പോൾ തന്നെ അവർക്ക് യഥാർത്ഥത്തിൽ മലപ്പുറത്ത് മുസ്ലിം ലീഗിന് കിട്ടേണ്ടതായ ഈ അഹമ്മദ് സാഹിബിന് കിട്ടിയതായ മുഴുവൻ വോട്ടും കിട്ടിയിട്ടില്ല. അങ്ങനെ കിട്ടാതിരുന്ന ആ ഒന്നിനോട്, അതായത് ഈ അഹമ്മദ് സാഹിബിനോട് കുഞ്ഞാലിക്കുട്ടി സാഹിബ് പരാജയപ്പെട്ടിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് LDF ക്യാമ്പ് ആഹ്ലാദം പ്രകടിപ്പിക്കുന്നത്. യഥാർത്ഥത്തിൽ ഈ അഹമ്മദ് സാഹിബുമായിട്ടുള്ള ഒരു മത്സരമായിരുന്നില്ല. PK കുഞ്ഞാലിക്കുട്ടി സാഹിബ് എന്ന് പറയുന്ന ഒരു വ്യക്തി ഇപ്പോഴത്തെ ഏറ്റവും സന്നിഗ്ധമായ ഘട്ടത്തിൽ മുസ്ലിം സമുദായത്തിന് നേതൃത്വം നൽകുവാൻ വേണ്ടി മുമ്പോട്ട് വരിക, അദ്ദേഹത്തിന്റെ കേരളീയമായ ഉത്തരവാദിത്തങ്ങളും കേരളത്തിൽ അദ്ദേഹത്തിന് ചെയ്യാനുള്ള കാര്യങ്ങളെല്ലാം മാറ്റിവെച്ചുകൊണ്ട് സമുദായത്തിന് ദേശീയ തലത്തിൽ അദ്ദേഹത്തിന്റെ എല്ലാവിധ പരിമിതികളോടും കൂടി നേതൃത്വം നൽകുക എന്നൊരു ഉത്തരവാദിത്തത്തോടു കൂടിയാണ് അദ്ദേഹം ദേശീയ രാഷ്ട്രീയത്തിലേക്ക് കടന്നു വരുന്നത്. ആ സന്ദർഭത്തിൽ പോലും അദ്ദേഹത്തിനോട് അല്ലെങ്കിൽ മുസ്ലിം കൂട്ടായ്മയോട് അല്ലെങ്കിൽ അവരുടെ ഇജ്മാഇനോട്, രാഷ്ട്രീയമായ ഇജ്മാഅ്, ഇജ്മാഅ് സിയാസി എന്ന് പറയുന്നത് ആ ഇജ്മാഇനോട് സഹകരിക്കാൻ കഴിയാതെ AP അബൂബക്കർ മുസ്ലിയാരുമായി ബന്ധപ്പെട്ട ഒരു വിഭാഗം മാറി നിന്നു എന്നതാണ് യഥാർത്ഥത്തിൽ ഈ അഹമ്മദ് സാഹിബിനേക്കാൾ വോട്ട് കുറയാനുള്ള കാരണം. ഏതെല്ലാം രീതിയിൽ തൃപ്തിപ്പെടുത്താൻ വേണ്ടിയും അടുപ്പിച്ചു നിർത്താൻ വേണ്ടിയും നമ്മളെല്ലാം എന്തൊക്കെ ശ്രമങ്ങൾ നടത്തിയാലും ഞാൻ എങ്ങനെയായാലും മാറി നിൽക്കുകയുള്ളൂ, ഞാൻ പണ്ടൊരാൾ മലമൂത്ര വിസർജന ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ മരത്തിന്റെ ചുവട്ടിൽ വെച്ച് അങ്ങനെ ചെയ്യാൻ പാടില്ല എന്ന് പറയുമ്പോൾ ഞാൻ കുത്തി തിന്നുകയാണ് എന്ന് പറഞ്ഞതുപോലെയുള്ള ഒരു ഘട്ടത്തിന് സഹകരിക്കാൻ പാടില്ല, സഹകരിക്കുകയില്ല എന്ന നിർബന്ധ ബുദ്ധിയുള്ളതായ ഒരു വിഭാഗം മാറുന്നതിന്റെ പേരിലാണ് ഇപ്പോൾ LDF ക്യാമ്പിന് പേരിനെങ്കിലും അവരുടെ ദുഃഖം അമർത്തിപ്പിടിച്ചുകൊണ്ട് ആഹ്ലാദിക്കാൻ അവസരം നൽകിയിരിക്കുന്നത്. എന്നിരുന്നാൽ നമ്മൾ നിരാശപ്പെടുന്നില്ല. അവർക്ക് കാര്യം ബോധ്യപ്പെടും, അവർ തിരിച്ചു വരും, അവർ തിരിച്ചു കൊണ്ടുവരേണ്ടതുണ്ട്. അവർ കൂടി സഹകരിച്ചുകൊണ്ട് ഈ ഒന്ന്
ഞാൻ വീണ്ടും പറയുകയാണ്, മതേതര മുന്നണി അല്ലാതെ മുസ്ലിം ലീഗിനെ ഇന്ത്യയിലെ ഏറ്റവും വലിയ ദേശീയ പ്രസ്ഥാനമായി രാഷ്ട്രീയ പ്രസ്ഥാനമായി വളർത്തിയെടുക്കാൻ നമുക്ക് കഴിയില്ല. പക്ഷേ കുഞ്ഞാലിക്കുട്ടി സാഹിബ് നേതൃത്വം നൽകിയതായി UDF-നെ പോലുള്ള സംവിധാനങ്ങൾ അദ്ദേഹത്തിന് യുപിയിലെ ലാലു പ്രസാദ്, യുപിയിലെ അഖിലേഷിന്റെ, അതുപോലെ തന്നെ ബീഹാറിൽ ലാലു പ്രസാദിന്റെ, അതുപോലെ തന്നെ മറ്റ് സംസ്ഥാനങ്ങളിലെ മഹാരാഷ്ട്രയിലെ ശരത് പവാറിന്റെ ഇതുപോലത്തെ പാർട്ടികളുമായി സഹകരിച്ചുകൊണ്ട് അത്തരത്തിലുള്ളതായ കഴിവുകളാവട്ടെ കുഞ്ഞാലിക്കുട്ടി സാഹിബിന് ഒരു കുറവുമില്ല. ഒരു പക്ഷേ അദ്ദേഹം ആ വക കാര്യങ്ങളിൽ അഹമ്മദ് സാഹിബ് പോലും കവച്ചു വെച്ചേക്കും. രാഷ്ട്രീയമായ വലിയ തന്ത്രജ്ഞതയും സഹകരിപ്പിച്ചുകൊണ്ട് ആളുകളെ കൂട്ടി ഇണക്കാനുള്ള കഴിവും അദ്ദേഹത്തിന് സ്വായത്തമാണ്. ഈ ഒരു കഴിവിനെ നമ്മൾ മുതലെടുത്തുകൊണ്ട് ദേശീയാടിസ്ഥാനത്തിൽ മുസ്ലിം ലീഗ് എന്ന് പറയുന്നതിനെ ഒരു മഹാപ്രസ്ഥാനമാക്കി മാറ്റിയെടുക്കുക എന്നത് സാധ്യമല്ല. പക്ഷേ അത് ഉൾക്കൊള്ളുന്നതായ മുന്നണി ഉണ്ടാക്കിയെടുത്തുകൊണ്ട് ഈ കോൺഗ്രസിന് കാര്യമായും കാരണം കോൺഗ്രസിന്റെ സാന്നിധ്യം ഇന്ത്യൻ അടിസ്ഥാനത്തിൽ പ്രകടമാണ്. ഇക്കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ പോലും 5 നിയമസഭയിൽ 3 കോൺഗ്രസാണ് ജയിച്ചത്. അവർക്ക് കുറച്ചും കൂടി ഊർജ്ജം നൽകിക്കൊണ്ട് അത്തരത്തിലുള്ളതായ ഒരു മുന്നണിക്ക് ഇന്ത്യൻ അടിസ്ഥാനത്തിലുള്ളതായ ഒരു UDF മുന്നണിക്കുള്ള സാധ്യത കൂടുതൽ തെളിഞ്ഞു വന്നിരിക്കുകയാണ്. നമ്മെ സംബന്ധിച്ചിടത്തോളം സംഘപരിവാറിന്റെ ആ ഒരു പരാക്രമത്തിന് മുമ്പിൽ ചെക്ക് പറയാനുള്ളതായ ഒരു അവസരം നമുക്ക് ലഭിച്ചിരിക്കുന്നു. മലപ്പുറത്തെ വോട്ടർമാർക്ക് നന്ദി.